Hello guys, welcome to VJ Chill Bros. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡിഷ് എന്ന് പറയുമ്പോൾ സമോസയാണ്, ചിക്കൻ സമോസ. അപ്പോൾ കെച്ചപ്പും സമോസയായിട്ട് ടീ സ്നാക്സിൻ്റെ സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. നോക്കാം. അതിന് ഞാനൊരു ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്, 200 ഗ്രാം. അതിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പ് ആവശ്യത്തിന് ഇട്ടിട്ട് ചെറിയ രീതിയിൽ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അധികം ഡീപ്പ് ഫ്രൈ വേണ്ട, ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. അധികം ഫ്രൈ ആക്കി കല്ലിക്കുന്ന ആവശ്യമില്ല, വെറുതെ ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അടുത്തത് കുറച്ച് വെളിച്ചെണ്ണ, ആ പാനിൽ തന്നെ ചിക്കൻ വറുത്തതിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഇട്ടിട്ട് കടുക് ഒരു ചെറിയ ടീസ്പൂണ്, ജീരകം ഒരു ചെറിയ ടീസ്പൂണ്, ഒരു 2 സബോള നുറുക്കിയത് നൈസായിട്ട് നുറുക്കിയിട്ടുള്ള സബോള എടുക്കുന്നു. അത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ച് വരുമ്പോൾ അതിൽ പച്ചമുളക് ആഡ് ചെയ്യുന്നു. പച്ചമുളക് കഴിഞ്ഞാൽ പിന്നെ കറിവേപ്പില ആഡ് ചെയ്യുന്നു. അടുത്തത് പിന്നെ മല്ലിയില ആഡ് ചെയ്യുന്നു. പിന്നെ കുറച്ച് പൗഡർ മസാലകൾ ഇടുന്നു. അതിൽ ഒരു ചെറിയ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ ഒരു ചെറിയ ടീസ്പൂണ് പെപ്പർ പൗഡർ ആഡ് ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ ഒരു ചെറിയ ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യുന്നു. ഉപ്പ് നിങ്ങളുടെ ആവശ്യമനുസരിച്ചിട്ട് ഇടുക. പിന്നെ ഒരു 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതേപോലെ ചിക്കൻ വറുത്ത് വെച്ചിട്ടുള്ളത് ഇതേപോലെ ഫൈൻ ചോപ്പ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ പിന്നെ മിക്സിയിൽ ജാറിൽ അടിച്ചാലും മതി. അധികം ഗ്രൈൻഡ് ചെയ്താവരുത്, ചെറുതായിട്ട് തരി തരിയായിട്ട് നിൽക്കണം. അപ്പോൾ അതങ്ങനെ മാറ്റി വയ്ക്കുക. പിന്നെ നമ്മുടെ മസാല വെജിറ്റബിൾസ് സബോള അതൊക്കെ അതിൻ്റെ ഉള്ളിൽ പൗഡറൊക്കെ ഇട്ടിട്ടുള്ള ഉള്ളിൽ മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലൊരു കാര്യം ആഡ് ചെയ്യാനായിട്ട് ഞാൻ വിട്ടുപോയത്, മട്ടർ ആഡ് ചെയ്തില്ല. ഗ്രീൻ പീസ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഞാനത് ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഓപ്ഷണലായിട്ട് ആഡ് ചെയ്ത് അതുകൊണ്ട് നല്ലൊരു ഫ്ലേവർ കൊടുക്കും. പിന്നെ അതിൽ 1 കപ്പ് മൈദ, അതിൽ വെള്ളം നിറച്ച് മാറ്റി വയ്ക്കുക. അടുത്തത് സമോസ പാറ്റി എടുക്കുക. ഫോൾഡിങ് നോക്കിയോളൂ, പ്രത്യേകിച്ച് ഒരു ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം അത്രേ ഉള്ളൂ, സിമ്പിളായിട്ട്. പിന്നെ കൈ തിരിച്ച് പിടിച്ച് അതിൽ ഫില്ല് ചെയ്യുക, അത്രേ ഉള്ളൂ. പിന്നെ ഇത് സമോസ പാറ്റിയാണ്, എല്ലാ സൂപ്പർ മാർക്കറ്റിലും എല്ലാ കടകളൊക്കെ കിട്ടും. അപ്പോൾ അത് മേടിച്ചിട്ട് അതിൽ പിന്നെ ചിക്കൻ്റെ ഫില്ലിങ്ങൊക്കെ ഫില്ല് ചെയ്യുക. ഇത് സാധാരണ ആർക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാവുന്നുള്ളൂ, അത്ര വലിയതൊന്നും. ഫില്ലിങ് ആ ട്വിസ്റ്റിങ് മാത്രം നോക്കിയാൽ മതി, അത് കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാവുന്നുള്ളൂ. ഇനി തീരെ പറ്റിയില്ലെങ്കിൽ മൈദമാവ് വെച്ചിട്ട് റോൾ ചെയ്തിട്ട് ട്വിസ്റ്റ് ചെയ്തെടുക്കുക. പിന്നെ പ്രസ് ചെയ്യുക, അരുവൊക്കെ പ്രസ് ചെയ്തിട്ട് പിന്നെ സൈഡൊക്കെ നല്ലോണം പ്രസ് ചെയ്തിട്ട് ആ പ്ലെയിനിൽ തന്നെ ട്വിസ്റ്റ് ചെയ്ത് വീണ്ടും ട്വിസ്റ്റ് ചെയ്യുന്നു. പിന്നെ ലാസ്റ്റത്തെ ഭാഗം മൈദമാവ് കൊണ്ട് വെച്ച് ക്ലോസ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. പിന്നെ ബാക്കിയുള്ള സെയിം പ്രൊസീജിയർ തന്നെ അതേപോലെ തന്നെ എടുത്തിട്ട് എല്ലാ സമോസ അങ്ങനെ മൈദമാവ് വെച്ചിട്ട് പേസ്റ്റ് ചെയ്തിട്ട് ട്രയാങ്കിൾ ഷേപ്പിൽ ആക്കിയെടുക്കുന്നു. ആവുന്നതും ട്രയാങ്കിൾ ഷേപ്പിൽ സമൂസ ആക്കിയെടുക്കുക. ഇനി തീരെ പറ്റില്ലെങ്കിൽ റോൾ ചെയ്തെടുത്താൽ മതി. പിന്നെ ഒരു കടായിൽ വെളിച്ചെണ്ണ എടുക്കുക. നമ്മൾ ചിക്കൻ സമൂസ വെച്ചിട്ടുള്ളത് വെളിച്ചെണ്ണയിൽ ആഡ് ചെയ്യുക. നല്ലോണം തിരിച്ചും മറിച്ചും ഒക്കെ ആയിട്ട് ബ്രൗണിഷ് കളർ ആവണ വരെ ഫ്രൈ ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ ചിക്കൻ സമൂസ റെഡിയാവും. അത് ഈവനിങ് ടൈമിൽ സ്നാക്സൊക്കെ ആയിട്ട് നല്ലൊരു ഐറ്റമാണ്. പിന്നെ സാധാരണ ഒരു പണി കിട്ടുന്ന പോലെ എനിക്കും ഒരു പണി കിട്ടിയിട്ടുണ്ട്. അതായത് ഇതിൻ്റെ ക്രിസ്പിനെസ്സും പിന്നെ ഇതിൻ്റെ ഉള്ളിലത്തെ ഫില്ലിങ് നമ്മൾ എടുക്കാൻ വിട്ടുപോയി. കഴിക്കാനുണ്ട് തിരക്കിൻ്റെ ഇടയിൽ അത് വിട്ടുപോയി ഗൈസ്. അപ്പോൾ ഞാൻ സ്വയം എൻ്റെ ഡിഷിനെ പുകഴ്ത്തി പറയണതിൽ കാര്യമില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ട് ഉണ്ടാക്കാനൊക്കെ തോന്നണമെങ്കിൽ ഫാമിലിയോടൊപ്പം ഫ്രണ്ട്സിൻ്റെ ഒപ്പമൊക്കെ ഉണ്ടാക്കി നോക്കുക. സോ യു ജസ്റ്റ് മേക്ക് ഇറ്റ് ആൻഡ് എൻജോയ്. Stay tuned for next videos. Do support us. Thanks for watching. Have a nice day.